വിക്രമാദിത്യ ചരിത്രത്തിൽ വേതാളം പറഞ്ഞ 24 കഥകളിൽ 23-ാമത്തേത് ലതാംഗി. വനാന്തർഭാഗത്തെ മുരുക്കുമരത്തിൽ നിന്നും വിക്രമാദിത്യൻ വേതാളത്തെ പിടിച്ചുകൊണ്ടുവരവേ അത് പിന്നെയും കേൾക്കാനിമ്പമുള്ള വേറൊരു കഥ പറയാനൊരുങ്ങി. ലതാംഗി എന്ന കോമളരൂപിണിയായ ഒരു തരുണീമണിയിൽ അനുരക്തനായ രാജേന്ദ്രൻ അവളെയും കൊണ്ട് നാടുവിട്ടു. വഴിയിൽ അയാൾ വലിയൊരു തസ്കര സംഘത്തെ എതിർത്തു തോൽപ്പിച്ചു. അവർ എത്തിച്ചേർന്ന ദിക്കിലുണ്ടായിരുന്ന കാളീക്ഷേത്രത്തിൽ ലതാംഗിയെ ഇരുത്തിയിട്ട് രാജേന്ദ്രൻ പട്ടണത്തിലേക്ക് പുറപ്പെട്ടു. സന്ദർഭവശാൽ അവിടെ വെച്ച് ഒരു ദാസി അയാളെ കാണുകയും മോഹിതയാകുകയും ചെയ്തു. അവൾ രാജേന്ദ്രനെ പറഞ്ഞു മയക്കി തൻ്റെ കൂടെ പാർപ്പിച്ചു. ഭർത്താവിനെ കാണാതെ പരിഭ്രമിച്ച് അവശയായിരുന്ന ലതാംഗിയെ ഒരു വൈശ്യൻ വന്നു കൊണ്ടുപോയി. അവർ രണ്ടുപേരും ഉറങ്ങാൻ കിടന്നപ്പോൾ അരികിൽ കൂടി ഓടിപ്പോയ ഒരു എലിയെ തല്ലിക്കൊന്ന് വൈശ്യൻ തൻ്റെ ധീരതയെപ്പറ്റി വീമ്പു പറയാൻ തുടങ്ങി. 10-40 തസ്കരന്മാരെ എതിർത്തു തോൽപ്പിച്ച തൻ്റെ ഭർത്താവിനെ അപേക്ഷിച്ച് ഇവൻ വെറും വിഡ്ഢിയാണെന്ന് മനസ്സിലായ ലതാംഗി അവനെ ഉപേക്ഷിച്ച് ആത്മഹത്യ ചെയ്തു. ഇതിൽ ദുഃഖിതനായി വൈശ്യനും മരിച്ചു. ഈ വിവരമെല്ലാം അറിഞ്ഞ രാജേന്ദ്രൻ പിന്നീട് അധികകാലം ജീവിച്ചില്ല. രാജേന്ദ്ര വിരഹത്തിൽ സന്തപ്തയായ ദാസിയും മൃതിയടഞ്ഞു. വേതാളം ചോദിച്ചു, ഇതിൽ ആരുടെ മരണമാണ് ശ്ലാഘനീയം? ദാസി ഒഴികെ മറ്റെല്ലാവരും പ്രേമം മൂലമാണ് മരിച്ചത്. അതുകൊണ്ട് ദാസിയുടെ മരണമാണ് ശ്ലാഘനീയം. വിക്രമാദിത്യൻ മറുപടി പറഞ്ഞപ്പോൾ വേതാളം ചുമലിൽ നിന്ന് ഇറങ്ങിയോടി മുരുക്കുമരത്തിൽ കയറി.